ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഒന്ന് സുന്ദർ സിയുടെ അരമനെ 4 OTT റിലീസായിട്ടുണ്ട് ഹോട്ട്സ്റ്റാറിൽ. ഇന്ന് പുലർച്ചെ ആയിണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഒരു 12 മണി നൈറ്റ് ഒരു 11:45 12 മണി ഒരു നൈറ്റിൽ അതിന് ശേഷമാണ് ആയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഹോട്ട്സ്റ്റാർ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ കണ്ടില്ല. ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ റിലീസായിട്ടുണ്ട് അരമനെ 4 എന്ന് പറഞ്ഞാൽ, അതായത് SCU എന്ന് പറയാം, അതായത് സുന്ദർ സി സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി. നമ്മൾ LCU ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുന്നേ വന്നിട്ടുള്ളതാണ് കാഞ്ചന സീരീസ്, അതേപോലെ തന്നെ അരമന സീരീസ്. ഈ അരമന സീരീസിനെ വെച്ച് പറയുമ്പോൾ അരമന ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഈ ഫോർത്ത് പാർട്ട് അത് ഞാൻ തിയേറ്ററിൽ തന്നെയാണ് കണ്ടത്. എനിക്ക് ആദ്യത്തെ സീരീസിന് ശേഷം അരമന ഫസ്റ്റിന് ശേഷം പിന്നെ കുറച്ചെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നിയ പടം ഈ 4 തന്നെ കേട്ടോ. സെക്കൻഡും തേർഡൊക്കെ ഒരു വെറുതെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയ പോലെ. ഇതിലും ഇപ്പോൾ യോഗി ബാബുവിൻ്റെ തമാശകളും ഒന്നും കാര്യമായിട്ട് ഏറ്റിട്ടൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടി നല്ല നല്ല വർക്കുകൾ ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ തമിഴ് സിനിമയിൽ ഈ വർഷം 100 കോടി നേടുന്ന പടങ്ങളിലൊന്ന് ഇതാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അരമനെ 4 100 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട്. സുന്ദർ സി, പിന്നെ റാഷി ഖന്ന, തമന്ന, പിന്നെ നമ്മുടെ മാളികപ്പുറം, മലയാളികളുടെ മാളികപ്പുറം ഉണ്ട്, ദേവനന്ദ, തമന്നയുടെ മോളായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇത് സാധാരണ ഒരു പ്രേതപടം എങ്ങനെയാണ്, അതേപോലെ തന്നെ സുന്ദർ സിയുടെ അരമനെ പാട്ടിൽ സാധാരണ ആദ്യത്തെ 2-3 പാട്ടിൽ സുന്ദർ സിയുടെ അനിയത്തി അങ്ങനത്തെ കഥ പോലെ ഇതിൽ സുന്ദർ സിയുടെ അനിയത്തി കിണറ്റിൽ തൂങ്ങി മരിച്ച് കാണുന്നു, ഭർത്താവ് മരിച്ചേക്കണു, പിന്നെ 2 കുട്ടികളുണ്ട്. അപ്പോൾ അതറിഞ്ഞിട്ട് സുന്ദർ സി പോവുകയാണ്. സുന്ദർ സിംഗ് പിന്നെ അവരൊരു ബന്ധത്തിൽ അവരൊരു ബന്ധു തന്നെയാണ് ആയിട്ട് നമ്മൾ കോമഡിയിലൊക്കെ അഭിനയിക്കുന്ന ആ ചേച്ചിയുണ്ട്. അപ്പോൾ ഇവർ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് സുന്ദർ സി സാധാരണ പോലെ അന്വേഷണം. അപ്പോൾ അവിടെ ഒരു സാമീനെ ഇടയ്ക്കിടയ്ക്ക് കാണും. ഈ സാമീനെ കണ്ടോടത്തും ഓരോരുത്തരും മരിച്ചു കിടക്കുന്നുണ്ടാവും. പിന്നെ പോലീസും സുന്ദർ സിംഗ്, പിന്നെ അവിടെയുള്ളൊരു പയ്യുണ്ട്, ആ പയ്യനും കൂട്ടി അന്വേഷിക്കുന്നതും, പിന്നെ ആ പയ്യൻ മരിച്ചതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളും, പിന്നെ ഒരുപാട് ഗ്രാഫിക്സ് കൊണ്ട് കാട്ടിക്കൂട്ടി എന്നൊന്നല്ല പറഞ്ഞത്. എന്നാലും അരമനെ ഫസ്റ്റ് പടത്തിന് ശേഷം കുറച്ചും കൂടി നന്നായിട്ടുള്ളത് ഇതാണ്. പിന്നെ ഒരു പാട്ട് നന്നായിട്ടുണ്ട്, തമ്മന്നെയും പിന്നെ ഒരു ആൺകുട്ടിയും, പിന്നെ നമ്മൾ ദേവനന്ദിയും കൂടിയിട്ടുള്ള പാട്ട് കുറച്ച് രസമായിട്ട് തോന്നി. പിന്നെയെന്ന് വെച്ചാൽ സുന്ദർ സിയുടെ അരമനെ സീരീസ് എന്ന് എങ്ങനെയാണ് കോമഡി, ഗ്ലാമർ, പിന്നെ കുറച്ച് ഹൊറർ എന്ന് വെച്ചാൽ ഹൊററൊന്നും ഇപ്പോൾ എല്ലാവരും ഈ തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് മൂവികളൊക്കെ നല്ലോണം കാണുന്നത് കൊണ്ട് ഈ സുന്ദർ സിയുടെ ഈ പടങ്ങളത്തെ ഹൊററൊന്നും തീരെ ഒരു ഹൊറർ ഇമ്പാക്റ്റ് തിയേറ്ററിൽ ആർക്കും കിട്ടിയതായിട്ട് എനിക്ക് പടം കാണാൻ പോയപ്പോൾ തോന്നിയില്ല. ഫസ്റ്റ് പടം കുറച്ച് തോന്നി, കുറച്ച് ഹൊററൊക്കെ ഉണ്ടെന്ന്. പിന്നെ അതിന് ശേഷം പിന്നെ ഇപ്പോൾ ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും ഒരു ഇംഗ്ലീഷും ഹിന്ദിയും തെലുങ്കും കന്നഡയും ഒക്കെ OTTയിൽ ഹൊറർ പടങ്ങളൊക്കെ കണ്ടിട്ട് ചെറിയ സാധനത്തിലൊന്നും ആരും അങ്ങനെ പേടിക്കാത്തൊരു അവസ്ഥ എത്തിയിട്ടുണ്ട്. ആ ഒരു സംഭവത്തിലാണ് സുന്ദർ സി പടം വിജയിപ്പിച്ചിരിക്കുന്നുണ്ട്. തമിഴിൽ 2024 തന്നെ പറയാം 100 കോടി നേടുന്ന ആദ്യത്തെ പടം എന്നും കേൾക്കേണ്ടത് തമിഴിൽ നിന്ന്. അത് എത്രത്തോളം സത്യമെന്ന് അറിയില്ല. അതിപ്പോൾ മഹാരാജ, നമ്മുടെ വിജയ് സേതുപതി മഹാരാജ അടിച്ച് പൊളിച്ച് കയറിപ്പോണ്ട് അത് 100 കോടി ക്ലബ്ബിൽ എന്തായാലും കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പടത്തിൻ്റെ ഒരു വിശേഷങ്ങൾ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇന്ന് കാലത്ത് മുതൽ ഈ പടം റിലീസായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പടം വന്നിട്ടുണ്ട്. മലയാളം, കന്നഡ, തമിഴ് ഈ 3 ഭാഷയിലാണ് നിലവിൽ പടം ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ്. 1 ടൈം വാച്ചബിൾ തന്നെയാണ് പടം. അത്ര മോശം എന്നൊന്നും പറയാനില്ല, ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. പിന്നെ സുന്ദർ സി പടങ്ങൾ ഇഷ്ടമുള്ളവർ, പിന്നെ അരമനെ സീരീസിൻ്റെ ഫാൻസ്, അവർക്കൊക്കെ തീർച്ചയായും കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെയാണ്. പിന്നെ കുറച്ച് ക്വാളിറ്റി ഉണ്ട്. സെക്കൻഡും തേർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി വന്നിട്ടുള്ള പടമാണ് അരമനെ പാർട്ട് 4. അപ്പോൾ എല്ലാവരും കാണുക, കമൻറ്റിൽ അഭിപ്രായങ്ങൾ പറയുക. ബൈ.